പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോഴിക്കോട് മുക്കത്തിനടുത്ത് ആദംപടിയിൽ പിക്കപ്പ് ലോറി മറിഞ്ഞ അപകടം. നിസ്സാര പരിക്കുകളോടെ ഡ്രൈവർ രക്ഷപ്പെട്ടു. ആ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ബ്രേക്ക് പിടിച്ച് നിർത്താൻ ഡ്രൈവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റോഡ് ആ മഴയത്ത് നനഞ്ഞ് നല്ല ഗ്ലാസ് പോലെ കിടക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഒരു വളവാണ്. അത്യാവശ്യം നല്ല വേഗതയിലായിരുന്നു ആ പിക്കപ്പ് വണ്ടി എന്ന് ഉറപ്പായും പറയാം. അപ്പോൾ ആ വേഗതയിൽ വളവ് വളയുമ്പോൾ റോഡ് സ്ലിപ്പറിയായി കിടക്കുമ്പോഴേക്കും അതിനകത്ത് അത്യാവശ്യം വെയിറ്റുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. അത് ബ്രേക്ക് പിടിക്കാൻ നോക്കി നിന്നില്ല. എന്നിട്ട് മറിയാതിരിക്കാൻ വേണ്ടി വണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷേ അങ്ങനെ പോയി ഒരു കരണം മറിഞ്ഞ് ഒരൊറ്റ മറിയിൽ മറിഞ്ഞു. എന്തായാലും ഡ്രൈവർക്ക് ഭാഗ്യം, ഏതെങ്കിലും തരത്തിൽ നിസ്സാര പരിക്കുകളെ ഉള്ളൂ എന്നറിയാൻ കഴിയുന്നു. വർഷ ഗിരീഷ് വിവരങ്ങൾ വെച്ചിരുന്നു. വർഷ, വളവാണ്, റോഡ് നനഞ്ഞു കിടപ്പാണ്, വണ്ടിക്ക് അമിത വേഗതയാണ്, മറിയാൻ വേറെ കാരണമൊന്നും വേണ്ട. വർഷ, അതെ ഹാസ്മി, നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. 2 റൗണ്ട് കറങ്ങിയ ശേഷമാണ് ഈ പിക്കപ്പ് വാൻ മറിയുന്നത്. ഒരു വളവാണ്, മഴ പെയ്ത് റോഡാകെ നനഞ്ഞിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് പിക്കപ്പ് വാൻ അത്യാവശ്യം വേഗത്തിൽ തന്നെയായിരുന്നു, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഈ സംഭവം നടക്കുന്നത് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കത്ത് ആദംപടിയിലാണ്. ഈ നിസ്സാര പരിക്കുകളോടെ ഡ്രൈവർ രക്ഷപ്പെട്ടതാണ് ഇതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത്. പരിക്കേറ്റ ഡ്രൈവറെ മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകടത്തിൽ പറ്റിയ ഗുരുതര പരിക്കുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇത് ഇന്ന് രാവിലെ 8:15 കൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ആ സമയം ഏകദേശം രാവിലെ എല്ലാം മുക്കത്ത് നല്ല രീതിയിലുള്ള മഴ അനുഭവപ്പെട്ടിരുന്നു. ഇതിന് ശേഷമുള്ള റോഡാണ്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തെന്നുന്ന ഒരു അവസ്ഥ തന്നെയാണ് റോഡിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമാണ്. എന്തായാലും ഡ്രൈവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ ഏക ആശ്വാസകരമായ കാര്യം. ഓക്കെ, വർഷ ഗിരീഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എനിക്കൊന്ന് ആ വളവ് വണ്ടി ഓടിച്ചു ഡ്രൈവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു വളവാണെന്ന് സംശയമാണ്. കാര്യം ആ വളവാണെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ ഡ്രൈവർ ബ്രേക്കിൽ കാല് കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് വൈകി, വണ്ടി കുത്തനെ മറിഞ്ഞു. എന്തായാലും ആ ഡ്രൈവർ ബ്രേക്ക് പിടിച്ച് നിർത്താൻ വേഗത കുറച്ചതുകൊണ്ടാണ് ഒരുപക്ഷെ നിസ്സാര പരിക്കുകളിൽ ഡ്രൈവറുടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.